മഞ്ചാടി വാരികയിലെ നടുക്കത്തെ പേജ് വരുന്ന മണിയനീച്ച നോവലിലെ പോലെ എന്റെ ഭർത്താവ്. നടുക്ക് സ്റ്റാപ്ലർ പിന്നുണ്ടോ? അതല്ല, ഭയങ്കര കാശുകാരനാ, ബിസിനസ്സാ. എന്തിന്റെയാ? കാപ്പിക്കുരു, റബ്ബറും കുരു, ചക്കക്കുരു, മാങ്ങാക്കുരു, തേങ്ങാക്കുരു, കോഴിക്കുരു. കോഴിക്കുരുവോ? മൊട്ട. ഈ കുരുവിന്റെ ബിസിനസ്സാ. ചേച്ചി, എന്നെ സ്നേഹിച്ചു കെട്ടിയതാ പുള്ളി. എന്റെ ദൈവമേ, അവൻ അത്രയും കുരു പോരാഞ്ഞിട്ടാ ഈ കുരുവും കൂടെ. കള്ളന്മാരെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ പണ്ട് ഞങ്ങൾ ആറ്റി കുളിക്കാൻ പോവായിരുന്നു. അങ്ങനെ കുളിക്കാൻ പോയി കഴിഞ്ഞപ്പോ മലവെള്ളം വന്ന് എന്നെ ഒഴുക്കിക്കൊണ്ട് പോയി. അപ്പൊ ഒരു കള്ളൻ തെങ്ങയിരുന്ന് തേങ്ങ കട്ടോണ്ടിരിക്കുക. അവൻ എന്നെ കണ്ടോണ്ട് എടുത്ത് ആടി പൊക്കി അങ്ങ് എടുത്തു. അത് കഴിഞ്ഞ പിന്നെ എനിക്ക് കള്ളന്മാരെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മച്ചിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു അന്ന്? അന്ന് എനിക്ക് 17 വയസ്സുണ്ട്. അതുകൊണ്ട് അവൻ ചാടി പിടിച്ചു. ഇപ്പഴാണെങ്കിൽ പോട്ടേന്ന് വിചാരിച്ചു. നമ്മളിപ്പോ ഹിന്ദുക്കളെ കല്യാണത്തിനാണ് പോണെന്ന് വെച്ചോ, അവിടെ പോകുന്നത് രണ്ട് പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പോയാൽ മതി. കുറച്ച് ചന്ദനം എടുത്ത് ഇങ്ങനെ ഇടുക, എന്നിട്ട് നമ്മുടെ ഈ പൂവ് കണ്ട എടുത്ത് ചെവിയിൽ വെക്കണം. ഇതെന്തിനാണ് പൂ വെക്കണത്? അത് പിന്നെ പറഞ്ഞുതരാം. പിന്നെ രണ്ടാമത് നമ്മൾ ക്രിസ്ത്യാനികളുടെ കല്യാണത്തിനാണ് പോണെന്ന് വെച്ചോ, അതിനുള്ള പ്രോപ്പർട്ടി നമ്മുടെ കയ്യിൽ നേരത്തെ ഉണ്ട്. 2 കൊന്ത എടുത്ത് ഇടുക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആഹാരം തന്നിരിക്കും. അത് പറഞ്ഞു തരാം, ഒന്ന് സമാധാനപ്പെട്. ഇപ്പൊ 3ാമത്തെ കല്യാണത്തിൽ നമ്മളിപ്പം മുസ്ലിങ്ങളെ കല്യാണത്തിനാണ് പോണെന്ന് വെച്ചോ, ഇപ്പൊ നമ്മൾ സാധാരണ വല സൈഡിൽ ഈ മുണ്ട് കൊടുക്കുന്നത്, ഇത് ഇട സൈഡിൽ കൊടുക്കുക. എന്നിട്ട് ഒരു കർച്ചീഫ് എടുത്ത് ഇങ്ങനെ വെക്കുക. എന്നിട്ട് റബ്ബില്ലാനായ തമ്പുരാനേ എന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ തന്നിരിക്കും. എന്തിനാ പൂ വെക്കണേന്ന്? അതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഈ വീട്ടുകാർ പൊക്കി എന്ന് വെച്ചോ, ആ സമയത്ത് നമ്മൾ ഈ പൂ എടുത്ത് ഇങ്ങനെ ചെവിയിൽ വെച്ചിട്ട് നമുക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടുകാർ പറയും, ആ ഭ്രാന്തന്മാർക്ക് വല്ലതും കൊടറ എന്ന് പറഞ്ഞു നമുക്ക് തന്നെ. ഇപ്പൊ എവിടുന്ന വരുന്നത്? ഞാനിപ്പോ വരുന്നത് എന്നെ കെട്ടിച്ചു വിടുന്നത് കോട്ടയത്താണ്. പക്ഷെ ഞാനിപ്പോ വരുന്നത് വാഗതാനത്തുനിന്നാ. വാഗത്താനത്ത് കെട്ടിച്ചു വിട്ടത് കോട്ടയത്ത് നിന്നാണെങ്കിൽ കോട്ടയത്ത് നിന്നല്ലേ വരേണ്ടത്, വാഗത്താനത്ത് നിന്നല്ലല്ലോ. അതിപ്പോ എങ്ങനാ? ഞാൻ എന്റെ ഭർത്താവിന്റെ അനിയന്റെ കൂടെ വാഗത്താനത്ത് വാടകയ്ക്കല്ലേ താമസിക്കുന്നേ. ഭർത്താവിന്റെ അനിയനോടൊപ്പം വാഗത്താനത്താ താമസിക്കുന്നത്. അപ്പൊ ഭർത്താവിന്റെ കൂടെ എനിക്ക് യോജിച്ചു പോകാൻ പറ്റില്ല. ഒരു സ്ത്രീയോട് ഒരു പുരുഷനെ ചോദിക്കാത്ത ചോദ്യങ്ങളാണ് എന്റെ ഭർത്താവിനോട് ചോദിച്ചത്. അതും എന്റെ മുഖത്ത് നോക്കി ചോദിച്ചു. അതൊക്കെ ആയിരിക്കും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിട്ട് ഇവരുടെ പ്രചോദനം തന്നത്. എന്താണ് അദ്ദേഹം മുഖത്ത് നോക്കി ചോദിക്കാൻ പറ്റാത്ത എന്താണ് ചോദിച്ചത്? മ്ലേച്ഛമായ ചോദ്യങ്ങളാണ്, മ്ലേച്ഛമായ ആവശ്യങ്ങളായിരുന്നു അദ്ദേഹത്തിനുള്ളത്. എന്തായിരുന്നു പറയും? അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് ഈ ഒരു പൊതുവേദിയിൽ നിന്ന് പറയാൻ പാടില്ലാത്തതാണ്. അല്ല, എന്നാലും പിന്നെ അങ്ങനെ പുരുഷന്മാരെ അത്തരത്തിൽ എന്താണ് പറഞ്ഞത് നമുക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഏതായാലും നിങ്ങൾ നിർബന്ധിച്ച സ്ഥിതിക്ക് ഞാൻ അങ്ങ് പറഞ്ഞേക്കാം. അദ്ദേഹം എന്നോട് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഭർത്താവ് പറയാ, രാവിലെ 6 മണിക്ക് ഞാൻ എഴുന്നേക്കണമത്രേ, അങ്ങർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കണമത്രേ, അങ്ങനെ തുണികൾ കഴുകണമത്രേ. അതെല്ലാം ഞാൻ സഹിക്കാം. അവസാനം അയാൾ പറയുന്നു, അയാളുടെ കുഞ്ഞുങ്ങളെ ഞാൻ പ്രസവിക്കണമത്രേ, അതുങ്ങളെ ഞാൻ വളർത്തണമത്രേ. ഏതെങ്കിലും ഒരു ഭർത്താവ് ഒരു ഭാര്യയോട് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണോ ഇതൊക്കെ? അല്ല. സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരം പരാമർശങ്ങളെ ഞങ്ങൾ തടഞ്ഞിരിക്കും. ഇവിടെ ആറുണ്ടെങ്കിൽ അതിൽ കടന്ന് നീന്തി. അതല്ല ചോദിച്ചത്, സരോജത്തിന്റെ കൂടെ ആറുണ്ട് എന്നാണ് ചോദിച്ചത്. ഞാനുണ്ട്. ആ പാസ്റ്റി ബ്ലഡ് വേണം സരോജത്തിന്. അത് ഇവിടെ കിട്ടും, പാക്കറ്റിൽ കിട്ടും. പാക്കറ്റിലുണ്ടെങ്കിൽ അതെടുത്ത് കൊടുക്കും. എന്റെ പാക്കറ്റിലല്ല, പുറത്ത് ബ്ലഡ് ബാങ്കിൽ പാക്കറ്റിൽ കിട്ടുമെന്നാണ് പറഞ്ഞത്. അതിരിക്കട്ടെ, നിങ്ങൾ ആറാണ്? ഹേ, ബ്ലഞ്ചം പാട്ടിൽ കുഞ്ചേശ്വരം വീട്ടിൽ രാജമ്മ. ബ്യൂട്ടിഫുൾ. ഹേ രാജമ്മ, ഇവിടെ ചില ചിട്ടാവട്ടങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ചിട്ടയുണ്ട്, വട്ടില്ല. അതല്ല പറഞ്ഞത്, ഇവിടെ ഹാളിൽ സംസാരിക്കരുത്, നിശബ്ദത പാലിക്കുക എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ബ്രെഡും പാലും വാങ്ങാൻ ഞാൻ എന്താങ്യം കാണിക്കണം? വടക്കോട്ട് നടന്ന് തെക്കോട്ട് വായും പൊളിച്ച് നിന്നാ മതി. അതെന്തിന്? തലയ്ക്ക് വെളിവില്ലാത്തവരോട് ഇതിൽ കൂടുതൽ നാണെന്ത് പറയാനാ? സെയിം പിച്ച്. എന്നെ പിച്ചിയാൽ നാനും പിച്ച്. ഹേ രാജമ്മ, ഈ പിടിക്കിണി പേപ്പർ പോയി പൂരിപ്പിച്ച് കൊണ്ടുവരീ. ബ്ലഞ്ചം പാട്ടിൽ കുഞ്ചേശ്വരി വീട്ടിൽ രാജമ്മ. ഇത് പൂരിപ്പിക്കില്ല. എന്തുകൊണ്ട്? ബ്ലഞ്ചം പാട്ടും കുഞ്ചേശ്വരവും എനിക്ക് വരില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇത് പൂരിപ്പിക്കും. ആറാണ് തറവാടിന് ഈ പേരിട്ടത്? എന്റെ വകയിലൊരമ്മാവൻ. വകയിലൊരമ്മാവനല്ല, ഒരു വകയ്ക്കും കൊള്ളാത്ത അമ്മാവൻ. പാവം സത്തുപോയി. ഇല്ലെങ്കിൽ ഞാൻ ആ പേട്ടത്തള്ളീനെ കൊന്നേനെ. അമ്മാവൻ മേലെ ഇരുന്നെല്ലാം കാണുന്നുണ്ടോ? ചേട്ടാ, അരി ഉണ്ടേട്ടാ? രമണി, കാര്യമൊക്കെ നമ്മൾ ഒരേ സ്കൂളിലാണ് പഠിച്ചേ. എന്ന് വെച്ചിട്ട് എന്നെ പണ്ടത്തെ അരി ഉണ്ടെന്നുള്ള ഇരട്ടപ്പേരൊന്നും വിളിക്കല്ലേ. അയ്യോ, ഞാൻ അരി ഉണ്ടോന്ന് ഇരട്ടപ്പേര് വിളിച്ചല്ല. ഈ ആഴ്ചത്തെ അരി ഉണ്ടോ ചേട്ടാൻ ചോദിച്ചതാ. അരിയൊക്കെ ഉണ്ട്. പിന്നെ നീ നിന്റെ ഭർത്താവില്ല, പ്രശ്നം എന്തായി? നമ്മള് ഡിവോഴ്സായി. ഭാഗ്യം. കഷ്ടം. രമണി, നീ എന്റെ അടുത്തേക്കൊന്ന് വന്നാട്ടെ. എന്തിന്? കൈ വെക്കണ്ടേ? ഇങ്ങനെ ഇറങ്ങി കൈ വയ്ക്കൂല. ദയവായി കാത്തിരിക്കുക, നിങ്ങളുടെ വിരലടയാളം പരിശോധിക്കുകയാണ്. ഇതാരാ പരിശോധിക്കുന്നേ? ഐ ജി.
സമയം കിട്ടുമ്പോഴേ കലക്ടർ ഒന്ന് പരിശോധിക്കും കേട്ടാ. എന്റെ പെണ്ണുമ്പോൾ ഇത് ഈ മിഷന്റെ ഫംഗ്ഷൻ ആണ്. അങ്ങോട്ട് കൈയെടുത്താ. പഞ്ചാര കൂടുതലാണ്. എന്തോ ഈ മാസം തൊട്ട് പഞ്ചാര കൂടുതലാണെന്നേ.